Hi friends, Assalamu alaikum. Welcome back to Tasty and Traditional. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ബനാന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ രണ്ട് ഷേപ്പിലാണ് ബനാന കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിൽ, ഒന്ന് റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുന്നായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബനാന കേക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് പഞ്ചസാര മെൽട്ടാക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നത്. നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽട്ടായിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായി തണുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് 3 തവണ അരിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്കിലേക്കുള്ള മധുരത്തിന് ആവശ്യമായ പഞ്ചസാര പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ഗ്രാമ്പും കൂടി ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്ക് കേക്കിലേക്കുള്ള എഗ്ഗ് ബീറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നമുക്കിതിനെ ബീറ്റ് ചെയ്യാം. എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗും പഞ്ചസാരയെല്ലാം നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബാറ്ററിൻ്റെ കളറെല്ലാം ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ്. അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം.
അടിച്ചെടുത്ത പഴത്തിൻ്റെ മിക്സ് നമ്മൾ തയ്യാറാക്കി വെച്ച എഗ് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഒരു സ്പാച്ചിൽ വെച്ചുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് കുറച്ച് കാഷ്യൂവും കിസ്മിസും ടൂട്ടി ഫ്രൂട്ടിയും അതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് മൈദയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 2 ഷേപ്പിലുള്ള ടിന്നുകളാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് റൗണ്ട് ഷേപ്പിലുള്ള ടിന്നും ഒന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി കുറച്ച് കാഷ്യൂം കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്യാം. ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് തന്നെയാണ് 2 കേക്ക് ടിന്നുകളും ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഏകദേശം എനിക്ക് 35 മിനിറ്റാണ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ അടിപൊളി ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിലൂടെ കാണാം.